പദവിയൊഴിഞ്ഞ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നിതീഷ് കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ബിജെപി ഏറ്റെടുക്കും. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ധാരണയായി. പതിറ്റാണ്ടുകൾ നീണ്ട നിതീഷ് യുഗത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അടക്കമുള്ള NDAയുടെ 5 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാജ്യസഭാ അംഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു. പുതിയ സർക്കാരിന് തന്റെ പിന്തുണയും മാർഗനിർദ്ദേശവും ഉണ്ടാകുമെന്ന് നിതീഷ് കുമാർ. നിതീഷ് രാജിവെക്കുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് നൽകുന്നതിൽ രോഷാകുലരായ ഒരു വിഭാഗം JDU പ്രവർത്തകർ പട്നയിലെ പാർട്ടി ആസ്ഥാനം അടിച്ചു തകർത്തു. നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിലും വൈകാരിക പ്രതിഷേധങ്ങളുണ്ടായി. പുതിയ സർക്കാർ രൂപീകരണത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പട്നയിൽ ചർച്ചകൾ നടന്നു. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യത. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ അടക്കം JDUവിന് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.